ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂരക്കറിയാണ്. കറി എന്ന് പറഞ്ഞാൽ ചൂരയുടെ പീസുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, തല മാത്രമാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ചൂരയുടെ തല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതിന് കറി വയ്ക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ചൂര കഴുകി വൃത്തിയാക്കി വെച്ചത്, പിന്നെ വാളൻപൊടി, മല്ലിച്ചപ്പ്, കറിവേപ്പില ആവശ്യത്തിനനുസരിച്ചെടുക്കുക, പിന്നെ ഇഞ്ചി നല്ല ചതച്ചെടുത്തത്, പച്ചമുളക് എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം നിങ്ങൾക്ക്, പിന്നെ തക്കാളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, പെരുംജീരകം, ഉലുവ, ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചൂരക്കറി വയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് മീൻ കറി വയ്ക്കാൻ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കൂടുതലും ചേർക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം വിട്ടുപോയി, വെളുത്തുള്ളി ഇഞ്ചി ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ചേർത്താൽ മതി. അതൊന്ന് നല്ലവണ്ണം വാടി മൂത്ത് വരണം, എന്നിട്ട് വേണം പച്ചമുളക് ആഡ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. മാക്സിമം ഷെയറും ചെയ്യുക. അതിൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പച്ചമുളക് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ ആണ്. ചെറുതായി അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ആണ് ചേർക്കേണ്ടത്. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞിട്ട് അത് മാക്സിമം വാടി നല്ല പേസ്റ്റ് രൂപത്തിലാവണം. അതായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുക. ഇപ്പോൾ തക്കാളി ഏകദേശം പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് ചേർക്കാം. ഞാൻ ഇവിടെ ചേർത്തത് 2 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ടേസ്റ്റ് കൂടുതൽ എരിവ് വേണ്ടവർക്ക് എരിവ് ചേർക്കാം, അല്ലാത്തവർക്ക് അത് കുറച്ച് ചേർക്കാം. പിന്നെ പച്ചമുളകിൻ്റെ എരിവും കൂടെ ഇതിലുണ്ടാവും.
അപ്പോൾ അതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കി നല്ല വേവിച്ചെടുക്കണം. പച്ചമണം മാറുന്നത് വരെ, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കുക. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് വാളംപുളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. അത് ഇതുപോലെ പിഴിയണമെന്നില്ല, അത് കറിയിലങ്ങ് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത്രയും ചേർത്തിട്ട് നല്ലവണ്ണം അടച്ചിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ നല്ലവണ്ണം വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റായി നമ്മുടെ ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ചെയ്യുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് എന്തിനാണ് ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ കറിക്കൊക്കെ എരിവ് കൂടുതലുണ്ടെങ്കിൽ അത് കൺട്രോൾ ആവാൻ സഹായിക്കും. പിന്നെ ഒരു ടേസ്റ്റിയും കൂടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ചേർത്താൽ. നമ്മൾ മുളക് കറിയിൽ സാധാരണ വെളിച്ചെണ്ണ എല്ലാ കറിയിലും ചേർക്കുമല്ലോ, അതുപോലെ ഈ കറിയിലും ചേർത്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചൂരക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മറക്കണ്ട, യു ആൻഡ് മീ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.